നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത്, നിങ്ങൾ മനസ്സിൽ ആരെയാണോ വിചാരിക്കുന്ന ആ വ്യക്തിയുടെ ഒരു എനർജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുവെങ്കിൽ, നിങ്ങൾക്കിത് പോസിറ്റീവായി ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ എൻ്റെ എല്ലാ റീഡിങ്സും നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ റീഡിങ്സ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടു കൂടിയും ആത്മാർത്ഥതയോടും സമർപ്പണത്തോടും കൂടിയും പൂർണ്ണമായും കേൾക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് മാനിഫെസ്റ്റേഷനായിട്ട് നിങ്ങളിൽ വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് ഹീലായി പോകേണ്ടത്, നിങ്ങളുടെ സോളിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണോ പുറത്തേക്ക് കളയേണ്ടത്, ഹീലാക്കി കളയേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഹീലായി പോകുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വിശ്വാസത്തോടു കൂടിയും അതുപോലെ തന്നെ പൂർണ്ണതയോടു കൂടി ഇത് മുഴുവനും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കതിൻ്റെ ഫലം ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സ് ആണ്. മാറ്റങ്ങളുടെ ഒരു ടൈമായി എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ഒരു വാല്യൂ, നിങ്ങൾ എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ് അവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്കൊരു മാറ്റത്തിൻ്റെ സമയമായി കഴിഞ്ഞു എന്നാണ് കാണുന്നത്. അവരൊരു ഇമോഷണലി കുറച്ച് സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഹാർട്ട് ചക്രയൊക്കെ വർക്കിംഗ്, അതായത് ശരിയാകുന്ന ഒരു ദിശ, ശരിയായത് എന്താണ് എന്നുള്ള ഒരു ദിശാബോധം അവർക്കുണ്ടാവുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രവുമല്ല, നിങ്ങളെ അവർ അട്രാക്റ്റ് ചെയ്യുന്നു എന്നാണ് നമുക്കിതിൽ കിട്ടുന്ന ഒരു എനർജി. അതായത് അവരെന്തോ മാനിഫെസ്റ്റേഷൻസോ മെഡിറ്റേഷൻസോ എന്തൊക്കെയോ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് തന്നെ ചെയ്യുന്നു. അതുപോലും ഒരു മാനിഫെസ്റ്റേഷനായിട്ട് നമ്മൾക്കടെ ലൈഫിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. അപ്പം നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായും അവർ ആലോചിക്കുന്നു. മാത്രവുമല്ല, പാസ്റ്റിൽ നിങ്ങളും അവരും തമ്മിലുണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും ഓരോ കാര്യങ്ങളും അവർക്ക് വളരെയധികം ഇമോഷണലി ഒരു ഹാപ്പിനെസ് നൽകുന്നു. അവരിപ്പം മതിമറന്ന് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നതാണ് നമുക്ക് കിട്ടുന്ന എനർജി. അതായത് അവർ മാറിക്കഴിഞ്ഞു, അവരൊരു പുതിയ തുടക്കത്തിന് തയ്യാറാണ്, വെയിറ്റിംഗ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരൊരു ടൈം, ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ, ഒരു കോളോ മെസ്സേജോ ഒക്കെ ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അവരതിന് വേണ്ട ഒരു മാർഗം തിരയുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെക്കുറിച്ച് എപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം പാസ്റ്റിലുണ്ടായേക്കണ പല കാര്യങ്ങളും അവർക്ക് വളരെയധികം ഒരു നിരാശയും ഭയവും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ സാഹചര്യങ്ങളെയെല്ലാം ഇപ്പോഴവർക്ക് ബാലൻസ് ചെയ്യണം. അതെല്ലാം കുറേയെല്ലാം ഹീലാക്കണം, കുറേ കാര്യങ്ങളെ ലൈഫിലേക്ക് റീസെറ്റ് ചെയ്യണം. അതായത് ചിലപ്പോൾ നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹത്തെ, നിങ്ങളുടെ സാന്നിധ്യത്തെ ഒന്നും അവർ അന്ന് വാല്യൂ കൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ അതൊക്കെ ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്യപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ശരിക്കും നിങ്ങളുടെ ആ ഒരു മൂല്യം അവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. ഒരു പക്ഷേ നിങ്ങൾ അന്ന് അവരോട് കാണിച്ച ആ ഒരു സ്നേഹം, നിങ്ങളുടെ ഒരു സാന്നിധ്യം, സപ്പോർട്ട്, ഇതിനൊന്നും അവർ വാല്യൂ കൽപ്പിക്കാതിരുന്നുവെങ്കിൽ ഇപ്പോൾ അവരുടെ മനസ്സ്, അവരുടെ ഇന്നർ സബ് കോൺഷ്യസ് മൈൻഡ് അവർക്കത് വ്യക്തമാക്കി കൊടുക്കുന്നു, ഒരു തിരിച്ചറിവ് കൊടുക്കുന്നു. അവർ സമാധാനത്തോടു കൂടി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതായ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസുകൾ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് തന്നെ അവർക്കിപ്പോൾ ഒരു ആത്മാഭിമാനം തോന്നുന്ന സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി കേട്ടോ. അതുകൂടാതെ തന്നെ സ്ട്രെങ്ത് കാർഡ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഒരു ബലഹീനത അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. ചിലപ്പോൾ നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു, നിങ്ങൾ കാണിച്ച ആ ഒരു അമിതമാകുന്ന സ്നേഹം, ആ ഒരു ഇതെല്ലാം അവർ ദുർവിനിയോഗം ചെയ്തിരുന്നു എന്നൊരു തിരിച്ചറിവ് അവർക്ക് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. കാരണം അവർക്ക് 2 ഫേസ് ആയിരുന്നു, പൊയ്മുഖം ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നു. അവർ ശരിക്കും ഒരു കാര്യങ്ങൾക്കും വലിയ വാല്യൂ ഒന്നും കൽപ്പിച്ചിരുന്നില്ല. വന്നാൽ പോട്ടെ എന്നുള്ള ഒരു ചിന്ത മാത്രം. അവർക്ക് ഒന്നിനോടും ഒരു രീതിയിലും ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നും ഉണ്ടായിരുന്ന പേഴ്സൺ അല്ല.
സ്നേഹമുണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. ആ ഒരു സിറ്റുവേഷൻസിലൂടെ നിന്ന പേഴ്സണിൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളും ഒരു അധികാര ദുർവിനിയോഗം, നിങ്ങളോട് ഒരു നിങ്ങൾ നൽകിയ ഏത് സിറ്റുവേഷൻസ്, ഏത് സഹായമായിക്കോട്ടെ, നിങ്ങളുടെ സാന്നിധ്യമായിക്കോട്ടെ, സ്നേഹമായിക്കോട്ടെ, അതെല്ലാം അവർ ദുർവിനിയോഗം ചെയ്തു എന്ന ആ ഒരു തിരിച്ചറിവ് അവർക്ക് ഇപ്പോൾ വ്യക്തമായിട്ടുമുണ്ട്. തീർച്ചയായിട്ടും ആഗ്രഹം നിങ്ങളെ വളരെയധികം ഒരു വാല്യൂ ഇല്ലാതെ നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അവർക്ക് മുന്നിൽ പല കാര്യങ്ങളുണ്ടായിരുന്നു. അവരുടെ സിറ്റുവേഷൻസിൽ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതായി തോന്നിയ ചില സാഹചര്യങ്ങളും സിറ്റുവേഷൻസൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവരതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തു. പക്ഷെ നിങ്ങളെ അവർ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് മറ്റുള്ള സാഹചര്യങ്ങളിലേക്ക് അവർ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചതെന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. പക്ഷേ ഇപ്പോൾ അവർക്കതൊരു ബലഹീനതയാണ്. അവർക്ക് ഒരു ശക്തിയില്ല. അതൊക്കെ ചിന്തിക്കുമ്പം, സംഭവിച്ചു പോയ ഓരോ നിമിഷങ്ങൾ ചിന്തിക്കുമ്പോൾ അവർക്ക് ശക്തിയില്ല. ചിലപ്പോൾ നിങ്ങളെ ചൊടിപ്പിക്കാനും വാശി കയറ്റാനും ഒക്കെ അവർ വളരെയധികം ഒരു മോശമായിട്ടും നിങ്ങളെ മാറ്റി നിർത്തുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തികളാവാം. പക്ഷെ അതൊക്കെ ഇപ്പോൾ അവർക്ക് ചിന്തിക്കുമ്പം അവർക്കൊരു ധൈര്യം നഷ്ടപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങളെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നൊരു വ്യക്തിയായിരിക്കാം ഈ ഒരു പേഴ്സൺ. കാരണം ബ്ലോക്കിംഗ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവർ ബ്ലോക്ക് ചെയ്തിരുന്ന് കാണാം. എല്ലാ രീതിയിലും നിങ്ങളെ അവരുമായിട്ട് കണക്ട് ചെയ്യാതെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ ഫൈറ്റിംഗ് എനർജിയിലാണ്. അവർക്കത് തിരിച്ച് അൺബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അൺബ്ലോക്ക് ചെയ്യുക എന്നത് അവരുടെ അഭിമാനം തകർന്നു പോകുന്നൊരു സിറ്റുവേഷൻസ് പോലെ. അവരുടെ മനസ്സ് അവരോട് മത്സരം നടത്തുകയാണ്. അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് ബ്ലോക്ക് അഴിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. പക്ഷെ അത് വളരെയധികം ഒരു ചലഞ്ചായിട്ടാണ് അവർ കാണുന്നത്. അവർക്കത് പറ്റുന്നില്ല. ആത്മാഭിമാനം സമ്മതിക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി കേട്ടോ. പൂർണ്ണമായും എല്ലാ സിറ്റുവേഷൻസിലും നിങ്ങളെ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകുന്ന പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി. ഫിനാൻസ് പരമായിട്ടും കരിയർ പരമായിട്ടൊക്കെ ഫുൾ തിരക്കുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ചിലപ്പോൾ അവർ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവിടെയൊക്കെ അവർക്ക് വർക്ക് ചെയ്യേണ്ട, ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായ ഒരു സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം. പക്ഷേ അവരെപ്പോഴും നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ അവർ ഫോക്കസിങ് ചെയ്യുന്നു. എല്ലാ സാഹചര്യങ്ങളെക്കാൾ ഇപ്പോൾ പ്രാധാന്യം നിങ്ങൾക്കായിട്ടാണ് അവർക്ക് നൽകുന്നത്. കാരണം നിങ്ങളൊരു പ്രഷ്യസ് ആയിട്ട് കാണുന്നു. പക്ഷേ നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നു എന്നതിനകത്ത് ഒരു മാറ്റവുമില്ല കേട്ടോ. നിങ്ങളെ കോൾ ചെയ്യുക, നിങ്ങളോട് സംസാരിക്കുക, നിങ്ങൾക്ക് വേണ്ടി ടൈം തരിക, ഇതൊക്കെ അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ. നിങ്ങളും അവരും തമ്മിലുണ്ടായിരുന്ന ഒരു കണക്ഷൻ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പിന്നീട് മാറ്റി വെച്ചിരുന്ന പേഴ്സൺ ആണെങ്കിൽ ഇപ്പം നിങ്ങളെ ഫോക്കസിങ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങളിലേക്ക് അവർക്ക് തിരിച്ചു വരിക എന്നത് വളരെയധികം ആഗ്രഹത്തോടു കൂടി നിൽക്കുന്നു. അവർക്ക് ചുറ്റുമുള്ള എല്ലാ തിരക്കുകളെയും എല്ലാ സാഹചര്യങ്ങളെയും സിറ്റുവേഷൻസിനെയൊക്കെ മാറ്റിയിട്ട് നിങ്ങളിൽ തന്നെ ഫോക്കസിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവരെന്തൊക്കെയോ രീതിയിൽ നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്കറിയാം അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പൂർണ്ണത കിട്ടണമെങ്കിൽ, അതല്ലെങ്കിൽ അവരിൽ ഒരു സക്സസ് ഉണ്ടാവണമെങ്കിൽ, അവരെ മറ്റുള്ളവരും കൂടി അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം വേണം. നിങ്ങളായിരുന്നു അവർക്ക് ഏറ്റവും പോസിറ്റീവായ ഒരു എനർജി എന്നത് അവർക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ഒരു ഇൻസ്പിറേഷനായിരുന്നു നിങ്ങളവർക്ക്. മുന്നോട്ടേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ശരിക്കും ഒരു ചലഞ്ചിങ്, നിങ്ങൾ നൽകുന്ന ഒരു സപ്പോർട്ടായിരുന്നു ഈ പേഴ്സണ് മുന്നോട്ടേക്കുള്ള ആ ഒരു വിജയത്തിന്, അവരുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ടായത് നിങ്ങളുമായിട്ടുള്ള എനർജി കണക്റ്റ് ചെയ്ത സമയത്തായിരുന്നു എന്ന ഒരു വ്യക്തമായ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും അവർ നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നുണ്ട്. അവർ ചിലപ്പോൾ മറ്റ് വേറെ വല്ല ഐഡിയയിലും കൂടെ നിങ്ങളെ വാച്ച് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ അവരുടെ പേരും മറ്റുമുള്ള ഐഡിയയിലല്ലായിരിക്കാം നിങ്ങളെ അവർ ഫോളോ ചെയ്യുന്നത്. അല്ലാതെ തീർച്ചയായിട്ടും നിങ്ങളെ അവർ വേറെ പല രീതിയിലും ഫോക്കസിങ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എവിടെയാണ് എന്നൊക്കെ അവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നു, അന്വേഷിക്കുന്നു എന്നാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന വ്യക്തികളോടാണെങ്കിലും ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. വളരെയധികം ഒരു സൺറൈസിങ്, വളരെ ഒരു സന്തോഷമാണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വരുന്നത്. അത് തന്നെ അവർക്ക് വളരെയധികം ഒരു എനർജിയാണ്. മുന്നോട്ടേക്ക് പോകുക
എന്ന ഒരു എനർജി അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ പ്രോബ്ലംസും എല്ലാ സിറ്റുവേഷൻസും ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ ഒരു ഫയർ എനർജിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കയറി വരുന്നത്. അതായത് വളരെയധികം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണമെന്ന ആ ഒരു ചിന്തയാണ് ഫയർ എനർജി. അത് നാളേക്ക് മാറ്റി വെക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഹോൾഡ് ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് വേറെ തിരക്കുകളുണ്ട്, പല കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ പോലും ഇപ്പം നിങ്ങളിലേക്കാണ് പൂർണ്ണമായും ആ ഒരു വ്യക്തിയുടെ ശ്രദ്ധ എന്നതാണ്. ബ്ലോക്ക് ചെയ്തിരുന്ന സിറ്റുവേഷൻസൊക്കെ ഒരുപാട് മാറ്റങ്ങൾ പലരിലും ഈ നിമിഷത്തിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ടാവാം കേട്ടോ. നിങ്ങളെ തന്നെ അവർ ഫോക്കസിങ് ചെയ്യുന്ന, നിങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നു. കാരണം അവർ എത്ര തിരക്കിലാണേലും ഏത് സിറ്റുവേഷൻസിലാണേലും നിങ്ങളുടെ ആ ഒരു ചിന്ത അവരിൽ നിന്നും ഹീലാവുന്നില്ല. ഓർമ്മകൾ വീണ്ടും വീണ്ടും അവരിലേക്ക് വന്നു ചേരുന്നു. 3 ഓഫ് കപ്സ് ആണ്. അവർക്ക് മതിമറന്ന് ഒരു സ്നേഹം, സന്തോഷം, സാന്നിധ്യമൊക്കെ വേണം എന്നവർ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നു. നിങ്ങളോട് ഒരുമിച്ച് മുന്നോട്ടേക്കുള്ള പല കാര്യങ്ങളും, ഫ്യൂച്ചറിലേക്കുള്ള പല കാര്യങ്ങളും അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെ ഒരു സ്റ്റാറായിട്ടാണ് അവരിപ്പോൾ കാണുന്നത്. നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലായിക്കോട്ടെ, പക്ഷേ നിങ്ങളെ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന, അല്ലെങ്കിൽ ജീവിതത്തിന് മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്ന രീതിയിൽ ഒരു സപ്പോർട്ടുള്ള ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്ന് തന്നെയാണ് നിങ്ങളെ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. മാത്രവുമല്ല അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, ഒരു യാത്ര ചെയ്യുന്നു എന്ന് തന്നെ പറയാം. ചിലപ്പോൾ ഒരു ദൂരയാത്ര വേണമായിരിക്കും. ഒരു വിദേശത്തുള്ള വ്യക്തികളുടെ എനർജി ഉണ്ട്, അവരൊരു യാത്ര ചെയ്യാൻ തയ്യാറാകുന്നു. ഫ്യൂച്ചറിലേക്ക് പല കാര്യങ്ങളെയും പൂർത്തീകരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നിങ്ങളിലേക്ക് ഉടനെ തന്നെ അവരൊരു യാത്ര ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. ദ എംബറസ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുത്തു. നിങ്ങൾക്കിടയിൽ ഇനി മറ്റെന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ തടസ്സമായിട്ടുണ്ട് എങ്കിൽ അതിനെല്ലാം ഈ പേഴ്സൺ അതിജീവിക്കും. ചില സമയങ്ങളിൽ അവരിൽ ഒരു നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ട്. അതുപോലെ നിങ്ങളെ ഇരയാക്കപ്പെടുത്തി എന്നുള്ള ആ ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട്. സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ആ പേഴ്സണ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇതെല്ലാം പാസ്റ്റിൽ സംഭവിച്ചു പോയ ആ ഒരു കാര്യം, അവരിൽ വന്ന മിസ്റ്റേക്കാണ് എന്ന തിരിച്ചറിവ് അവർക്ക് വ്യക്തമായിട്ടുമുണ്ട്. അതൊക്കെ അവർക്ക് വളരെയധികം ഒരു നെഗറ്റീവ് തോട്ട്സ്, മുന്നോട്ടേക്ക് വരാൻ ഒരു സ്റ്റക്നെസ് ആണ്. ഇമോഷണലി ഒരു ബാലൻസിന് അവരാഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഭയങ്കരമായ ഒരു ടെൻഷനുണ്ട്. അവർക്ക് ആ പറ്റിപ്പോയ ചില സാഹചര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കാനുള്ളൊരു ഭയവുമൊക്കെ അവരെ വളരെയധികം ഒരു തളർത്തി കളയുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർ എംപറർ എന്ന പദവിയിലേക്ക് തിരിച്ചു വരും. അതായത് നല്ല സ്ട്രോങ് ആയിട്ട് മാറാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇമോഷണൽ ബാലൻസ് ലഭിക്കാൻ അവർ നോക്കുന്നുണ്ട്. മാത്രവുമല്ല അവരുടെ മൈൻഡ്, അവരുടെ ഇൻറ്റ്യൂഷൻ എപ്പോഴും അവരുടെ മുന്നിൽ നിങ്ങളെന്ന പേഴ്സൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നു. അവരുടെ സോളിനകത്ത് അത്രത്തോളം കണക്റ്റഡ് ആണ്. കാരണം നിങ്ങൾ തമ്മിൽ അത്രത്തോളം കണക്റ്റഡായ ഒരു ഡെസ്റ്റിനിയിൽപ്പെട്ട ഒരു എനർജിയാണുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ നിന്നും വിട്ടുപോവുക. നിങ്ങൾ ആരെയാണോ വിചാരിക്കുന്നത് ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളുടെ കണക്ഷൻസിൽ നിന്ന് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പൂർണ്ണമായും പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അവർ കണക്റ്റഡ് ആവുക തന്നെയാണ് അവർക്ക് പറ്റുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് അവർക്കുണ്ട്. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയ ഒരു പേഴ്സണാണ്. മുന്നും പിന്നൊന്നും നോക്കാതെ തീരുമാനങ്ങൾ എടുക്കും. നഷ്ടങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല. അവരുടെ ലൈഫിൽ എന്തു പോയാൽ പൊയ്ക്കോട്ടെ എന്നുള്ള ആ ഒരു സ്ട്രോങ് ആയ മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. മാത്രവുമല്ല നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സ്വാതന്ത്ര്യം. പുള്ളീനെ ആരും ഭരിക്കുക, ആ വ്യക്തിനെ, അത് മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ, അവരെ മറ്റുള്ളവരുടെ ഒന്നും നിയന്ത്രണത്തിന് കീഴിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ പോവുക, അവർ കോൺഫിഡൻസോട് കൂടി കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ബുദ്ധിപൂർവ്വം തന്നെയാണ് അവരെന്ത് കാര്യങ്ങളും ചെയ്യുള്ളൂ. അത്രത്തോളം ഒരു വിവേകം, അറിവുള്ള വ്യക്തികളാണ്. അതായത് ജന്മസിദ്ധമായി തന്നെ അവർക്ക് ചില തിരിച്ചറിവുകളുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് വരുന്നത്. പക്ഷേ ഇവരുടെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഇവർ ഒരിക്കലും തുറന്നു പറയില്ല. അല്ലെങ്കിൽ ഇവർക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളും അബദ്ധങ്ങളും ഒന്നും ഇവരാരുമായിട്ട് ഷെയറിങ് ചെയ്യില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അവർ സ്വയം അവരുടെ പ്രശ്നങ്ങളെ അവരിൽ തന്നെ ഒതുക്കി അത് ഹീലാക്കി കളയും. അത്രത്തോളം സ്ട്രെങ്ത് ഉള്ളൊരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി. എന്തായാലും അവർ പൂർണ്ണമായും
ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ഒരുമിച്ച് തന്നെ ഒരു സെലിബ്രേഷൻ, സന്തോഷം, ഒരുമിച്ചുള്ളൊരു ജീവിത സിറ്റുവേഷൻസ്, യാത്ര തന്നെയാണ്. അത് അവർ തീരുമാനിച്ചു കഴിഞ്ഞു, അവർക്കത് വേണം. ഒരു സക്സസ് അവരുടെ ജീവിതത്തിൽ പോലും ഒരു സക്സസ് പൂർണ്ണമായും ഉണ്ടാവണമെങ്കിൽ, നല്ലൊരു റിസൾട്ട് അവരുടെ ലൈഫിൽ സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം വേണം എന്നത് അവർക്ക് വ്യക്തമായി മനസ്സിലായി തുടങ്ങി. അവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിലേക്ക് തന്നെ പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കുന്നു. ഒരു സ്വപ്നങ്ങൾ കാണുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി കേട്ടോ. അവരുടെ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻസിലാണ്, എപ്പോഴും ഓവർ തിങ്കിങ് ആണ്, ഇമോഷണലി ചെറിയൊരു ലോസൊക്കെ സംഭവിച്ച് നിൽക്കുന്നുണ്ട്. അവരെപ്പോഴും ചിന്തിക്കുന്നു നിങ്ങളെന്ന് പറയുന്ന പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആവണം. അവർക്ക് ആ ഒരു സംഭവിച്ചു പോയ പ്രശ്നങ്ങൾ, പാസ്റ്റിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായ ആ ഒരു അകൽച്ച എന്തൊക്കെയാണ്, അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ട്. ചില വ്യക്തികളുടെയൊക്കെ ഒരു ഇടപെടലാണ് നിങ്ങളുടെ ലൈഫിലുണ്ടായ ആ ഒരു അകൽച്ച, നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ പീരീഡ് ഉണ്ടാവാനുള്ള കാരണം വേറെ ചില വ്യക്തികൾ, ഒന്നെങ്കിൽ പേരൻസ് സംബന്ധമാവാം, ഫ്രണ്ട്സ് ആവാം, നിങ്ങളോട് ചേർന്ന് തിന്ന വേണ്ടപ്പെട്ട ചില വ്യക്തികളുടെ എനർജിയാണെന്നുള്ള ആ ഒരു തിരിച്ചറിവും നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും അവർ ഒരുമിച്ച് ചേരുക, ഒരു സന്തോഷം, ഹാപ്പിനെസ്, അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുക എന്ന ലക്ഷ്യം തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നത്. അവരതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്, അവരതിനു വേണ്ടി മുന്നോട്ടേക്ക് വരാൻ തുടങ്ങുന്നു. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. വീണ്ടും ഇനി ആ ഒരു പഴയ സ്നേഹത്തെ അവർക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാനെന്ന് അവർക്ക് വ്യക്തമായിട്ടും അറിയാം. പക്ഷെ അതിനവർ തയ്യാറാകുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജി. അതിനുവേണ്ടി അവർ യാത്ര ചെയ്തു കഴിഞ്ഞാണ്, വളരെയധികം കൺട്രോളിങ് പവറോടുകൂടി. മാത്രവുമല്ല മുന്നോട്ടേക്ക് അവർ പോരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ചിലപ്പോൾ ബ്ലോക്കൊക്കെ ചെയ്ത് വെച്ചിരുന്ന നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും എല്ലാ സാഹചര്യങ്ങളിലെയും ബ്ലോക്കുകൾ മാറ്റിയിട്ടുണ്ടാവാം. നിങ്ങളുടെ ഒരു പ്രസൻസ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സ്റ്റക്നെസ് ഉണ്ട്, ഭയമുണ്ട് അവർക്ക്. പക്ഷേ അതായത് ആ ഒരു ടെൻഷൻ, ആ ഒരു നെഗറ്റീവ് തോട്ട്സിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വിട്ട് മറ്റൊരു സിറ്റുവേഷൻസിൽ പ്രാധാന്യം കൊടുത്തു. നിങ്ങൾ ശരിക്കും അവഗണിക്കപ്പെടുകയും നിങ്ങൾ വേദനിക്കുകയും ഒറ്റപ്പെടുകയും ചെയ്തിരുന്നു എന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം അവരുടെ മനസ്സിനകത്തുണ്ട്. അതാണ് അവരെ ഏറ്റവും കൂടുതലും ഭയപ്പെടുത്തുന്നു എന്നാണ് കാണുന്നത്. അവർക്കൊരു ഈഗോയുണ്ട്, ഈഗോ മാത്രമല്ല ഒരു ലജ്ജയുണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാനായിട്ട്. അവർക്കതിന് പറ്റുന്നില്ല. പക്ഷേ നിങ്ങളെ തന്നെ അവർ ഫോക്കസിങ് ചെയ്യുന്നു. കൺഫ്യൂഷനും സ്റ്റക്നെസ്സും ഉണ്ടെങ്കിലും നിങ്ങളിൽ അവർ ഫോക്കസിങ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ എനർജിയെ കണക്റ്റ് ചെയ്യുന്നവരുടെ റിലേഷൻഷിപ്പിൽ മാറ്റം വന്നിരിക്കും, 100% ഉറപ്പാണ് കേട്ടോ. വിശ്വാസത്തോടു കൂടി തന്നെ കാണുക, വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ യൂണിവേഴ്സലിൽ വിശ്വസിക്കുക കേട്ടോ. നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന, നമുക്ക് മാലാഖമാർ നൽകിയിരിക്കുന്ന ഫസ്റ്റ് കാർഡ് നോ എന്നാണ് കേട്ടോ. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസ്, നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഒരു നെഗറ്റീവ് തോട്ട്സിനെ മാറ്റിക്കളഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അതായത് നെഗറ്റീവായ ചില സാഹചര്യങ്ങൾ, അതായത് നിങ്ങളുടെ അരികിൽ ബ്ലെസ്സിങ്സ് വന്ന് നിന്നിട്ടും നിങ്ങളില്ല, എനിക്കൊന്നുമില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്, പക്ഷെ അത് നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ അങ്ങോട്ട് നോക്കൂ എന്നാണ് യൂണിവേഴ്സ് നമുക്ക് ഏഞ്ചൽസ് നൽകുന്ന ഒരു എനർജി. അതുപോലെ എസ് കാർഡാണ് വന്നിരിക്കുന്ന രണ്ടാമത്തെ ഏഞ്ചൽസ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉയർത്തപ്പെടുന്നു, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് നമുക്ക് നൽകുന്ന എനർജി. അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, റെസനേറ്റ് ആവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.